ഓക്കെ. സോ ഇനി ആണ് നമ്മുടെ എ സ്റ്റാർ അൽഗോരിതം. എ സ്റ്റാർ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് തന്നെയാണ്. അതിൽ യൂസ് ചെയ്യുന്ന സെയിം എഫ് ഡാഷ് ജി എച്ച് ഡാഷ് ഓപ്പൺ ക്ലോസ്ഡ് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിന് എന്ന് പറയുന്നത് എ സ്റ്റാറിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷനാണ്. അതായത് എ സ്റ്റാർ എന്ന് പറയുന്നതാണ് ഒറിജിനൽ അൽഗോരിതം. സോ എ സ്റ്റാർ അൽഗോരിതം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് സെയിം സാധനം നേരത്തെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത ഓപ്പൺ ക്ലോസ്ഡ്, പിന്നെ നമ്മുടെ ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ എഴുതണം. ഇതെല്ലാം എഴുതണം. ബേസിക് ഓപ്പറേഷൻസ് ഓഫ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എഴുതിയിട്ട് വേണം നമ്മൾ എ സ്റ്റാർ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. സോ എ സ്റ്റാർ അൽഗോരിതം. സോ ഇതിൻ്റെ അകത്ത് അൽഗോരിതം മാത്രമേ ഉള്ളൂ. സോ സ്റ്റാർട്ട് വിത്ത് ഓപ്പൺ കണ്ടെയ്നിങ് ഒൺലി ദി ഇനീഷ്യൽ നോഡ്. ഇനീഷ്യലി ഓപ്പണിൻ്റെ അകത്ത് ഇനീഷ്യൽ നോഡ് മാത്രമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെറ്റ് ദാറ്റ് നോഡിൻ്റെ ജി വാല്യൂ എന്ന് പറയുന്നത് 0 ആക്കി വയ്ക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നോഡിൽ നിന്ന് കറണ്ട് നോഡിലേക്ക് എത്താനുള്ള കോസ്റ്റാണ്. ഇനീഷ്യൽ നോഡിൽ നിന്ന് ഇനീഷ്യൽ നോഡിലേക്ക് എത്താനുള്ള കോസ്റ്റ് 0 ആണ്. അതിൻ്റെ എച്ച് ഡാഷ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എച്ച് ഡാഷ് എന്ന് പറയുന്ന വാല്യൂ ഒരു എസ്റ്റിമേറ്റ്, അത് നമുക്ക് തന്നിട്ടുണ്ടാവും. നമുക്ക് പ്രോബ്ലം ആണ്, ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് തന്നിട്ടുണ്ടാവും അത്. അപ്പോൾ അതുകൊണ്ട് എച്ച് ഡാഷ് വാല്യൂനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എച്ച് ഡാഷ് വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ എച്ച് ഡാഷ് വാല്യൂ എന്താണോ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ അതിൻ്റെ എഫ് ഡാഷ് വാല്യൂ എന്ന് പറയുന്നത് എച്ച് ഡാഷ് പ്ലസ് 0 ആയിരിക്കും. എന്നിട്ട് ക്ലോസ്ഡ് ഒരു എം ടി ലിസ്റ്റാണ്. ബിക്കോസ് ഇതിൻ്റെ ഇപ്പോൾ ചിൽഡ്രൻ ഉണ്ടാക്കിയിട്ടില്ല. ചിൽഡ്രൻ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഇത് ക്ലോസിലേക്ക് മൂവ് ആവുകയുള്ളൂ. സോ ഇനി നമ്മൾ ലൂപ്പ് ചെയ്യാൻ പോകണം. അൺടിൽ എ ഗോൾ ഇസ് ഫൗണ്ട് റിപ്പീറ്റ് ദ ഫോളോയിങ് പ്രൊസീജിയർ. 2A ആയിട്ടില്ല കേട്ടോ, ഇതെല്ലാം 2ൽ വരുന്നതാണ്. 2ൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ കിടക്കുന്നത് മൊത്തം. ഇഫ് ദർ ഇസ് നോ നോഡ് ഓൺ ഓപ്പണിൻ്റെ നോഡൊന്നും ഇല്ലെങ്കിൽ ഫെയിലിയർ ആണ്. അതല്ല എന്നാണെങ്കിൽ പിക്ക് എ നോഡ് ഓൺ ഓപ്പൺ വിത്ത് ലോവസ്റ്റ് എഫ് ഡാഷ് വാല്യൂ. അതായത് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ്റെ വാല്യൂ ഏറ്റവും കുറവുള്ള ഓപ്പണിൻ്റെ അകത്തെ നോഡ് എടുക്കുക. അതിനെ ബെസ്റ്റ് നോഡ് എന്ന് അതിൻ്റെ പേര് കൊടുക്കുക. BEST NODE അതൊരു പേരാണ്, നെയിമാണ്. ഇതൊരു നോഡിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ബെസ്റ്റ് നോഡ്. അതിനെ നമ്മൾ ഓപ്പണിൽ നിന്ന് റിമൂവ് ചെയ്യുക, ക്ലോസിലേക്ക് എടുത്തു വയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? ബെസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഗോൾ നോഡാണോ എന്ന് നോക്കുക. ആണെങ്കിൽ നമുക്ക് കിട്ടി, പരിപാടി നിർത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ ജനറേറ്റ് സക്സസേഴ്സ് ഓഫ് ബെസ്റ്റ് നോഡ്. നമ്മൾ എന്തിനാ അതിനെ ക്ലോസിലേക്ക് എടുത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സക്സസർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കിയില്ലായിരുന്നു, പക്ഷേ ഉണ്ടാക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും അതാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെടുത്ത് ഇപ്പോഴേ എടുത്ത് ക്ലോസിലേക്ക് എടുത്ത് വെച്ചത്. അതിൻ്റെ സക്സസേഴ്സ് ഉണ്ടാക്കുക. ബട്ട് ഡു നോട്ട് സെറ്റ് ബെസ്റ്റ് നോട്ട് ടു പോയിൻറ്റ് ടു ദം യെറ്റ്. അതിനെ ഇപ്പം തൽക്കാലം അതിൻ്റെ പേരൻ്റ് സെറ്റ് ചെയ്യേണ്ട. പേരൻ്റ് നമുക്ക് 2Aയിൽ സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓരോ സക്സസറിനും എന്ത് ചെയ്യുക? ആദ്യം തന്നെ അതിൻ്റെ സെറ്റ് ദി സക്സസർ പോയിൻറ്റ് ബാക്ക് ടു ദി ബെസ്റ്റ് നോട്ട്. ഇവിടെയാട്ടോ 2A വന്നേക്കുന്നത്. ഓരോ സക്സസറിനും ചെയ്യേണ്ട കാര്യമാണ് എഴുതിയേക്കുന്നത്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സക്സസർ എടുക്കുന്നു. ആ സക്സസർ അതിൻ്റെ അകത്ത് ഓപ്പണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സക്സസറിനെ എടുക്കുന്നു. അതിൻ്റെ ബെസ്റ്റ് നോഡെന്ന് വിളിക്കുന്നു. ആ സക്സസർ ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ എക്സിറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ അതിൻ്റെ സക്സസേഴ്സ് ജനറേറ്റ് ചെയ്യുക. പക്ഷേ അതിനിപ്പോൾ തൽക്കാലം പോയിൻ്റ് ചെയ്യിക്കേണ്ട. ഇപ്പോൾ ബെസ്റ്റ് നോഡിന് ഒരു 3 സക്സസർ ഉണ്ടെങ്കിൽ 3 സക്സസറിനെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസറിനെ ബെസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക. ബിക്കോസ് അതിൻ്റെ പേരൻ്റാണല്ലോ, സക്സസറിൻ്റെ പേരൻ്റാണ് ബെസ്റ്റ് നോഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് G of successor equal to G of best node plus cost of getting from best node to successor. അതായത് ബെസ്റ്റ് നോഡിൻ്റെ ഒരു ചിൽഡ്രനാണ് സക്സസർ. അതൊക്കെയാണോ? ഇപ്പോൾ എയിൽ BCD കിട്ടിയെന്നിരിക്കട്ടെ. സോ A ആണ് ബെസ്റ്റ് നോഡ്, BCD നമ്മുടെ സക്സസറിൻ്റെ Bൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് G of ബെസ്റ്റ് നോഡ്. നമ്മൾ ആ എയിലേക്ക് എ വരെ നമ്മൾ നമുക്ക് എ വരെ എത്താനുള്ള കോസ്റ്റ് നമുക്കറിയാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നോഡാണെങ്കിൽ 0 ആയിരിക്കും അതിൻ്റെ G പ്ലസ് കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ബെസ്റ്റ് നോഡ് ടു സക്സസർ. ബെസ്റ്റ് നോഡ് അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ, എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ ഒരേ ഒരു വഴിയുള്ളൂ, ഒറ്റ ലൈനേ ഉള്ളൂ. ഒരു ലൈനുള്ളെങ്കിൽ ഒന്നാണ് അതിൻ്റെ കോസ്റ്റ്. സോ ഇപ്പോൾ ഓക്കെ, ഈ ജെയിൻ്റെ ഒറിജിനൽ കോസ്റ്റ്, അതിലേക്ക് ജെയിലേക്ക് എത്താൻ
എന്തോരം കോസ്റ്റ് എടുക്കും, അതായത് അതിൻ്റെ ജീൻ്റെ വാല്യൂ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിന്ന് ഇയിലേക്ക് എത്താനായിട്ട് ജെയിൻ്റെ നേരെ എന്താ പറയുക, ജെയിൻ്റെ പേരൻ്റ് എന്ന് പറഞ്ഞാൽ ഇ ആണല്ലോ. ഇന്നാണ് ഐയും ജെയും ഉണ്ടായത്. സോ ജെയിന്ന് ഇയിലേക്ക് എത്താനുള്ള കോസ്റ്റ് 1. ഇനി എനിക്കറിയേണ്ടത് ഇനീഷ്യൽ നോഡിൽ നിന്ന് ജെയിലേക്ക് എത്താനുള്ള കോസ്റ്റാണ് സത്യം പറഞ്ഞാൽ ജി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എയിന്ന്, അതായത് ഇനീഷ്യൽ നോഡിൽ നിന്ന് ഇയിലേക്ക് എത്താൻ എന്തോരം സമയം എടുത്തു എന്ന് നോക്കിയാൽ പോരെ. സോ എന്തോരം കോസ്റ്റ് എടുത്തു എന്ന് നോക്കിയാൽ പോരെ. സോ എയിന്ന് ഇയിലേക്ക് എത്താനായിട്ട് ആദ്യം എയിന്ന് ഡിയിലെത്തണം. എയിന്ന് ഡിയിലേക്ക് എത്താൻ 1, ഡിന്ന് ഇയിലേക്ക് എത്താൻ 2. സോ എയിന്ന് ഇയിലേക്ക് എത്താനുള്ള കോസ്റ്റ് 2, ഇന്ന് ജെയിലേക്ക് എത്താനുള്ള കോസ്റ്റ് 1. 2 + 1 3. സോ ഏത് നോഡ് എടുത്താലും ആ നോഡിൻ്റെ തൊട്ട് പേരൻറ്റ്, ആ പേരൻറ്റിൻ്റെ g(h) നോക്കുക. g(h) എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഇനീഷ്യൽ നോഡിൽ നിന്ന് ആ കറൻറ്റ് നോഡിലേക്ക് എത്താനുള്ള കോസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് g ഓഫ് സക്സസർ ഈക്വൽ ടു g ഓഫ് ബെസ്റ്റ് നോഡ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗെറ്റിംഗ് ഫ്രം ബെസ്റ്റ് നോഡ് ടു സക്സസർ കണ്ടുപിടിക്കുക. അപ്പോൾ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും. ഇനി എന്ത് ചെയ്യുക, ഈ സക്സസർ എന്ന് പറയുന്നത് ഓപ്പണിലുള്ള ഏതെങ്കിലും നോഡാണോ, അതായത് ഓൾറെഡി ആ നോഡിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്നറിയണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ അതിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്ത് ചെയ്യുക, ഓൾഡ് എന്ന് കൊടുക്കുക. ബിക്കോസ് അതിന് നമ്മൾ നേരത്തെ നോക്കിയതാണ്, പക്ഷേ ആ സാധനം ചിലപ്പോൾ അന്ന് നോക്കിയപ്പോൾ നമുക്ക് പ്രോമിസിങ് ആയിട്ട് തോന്നിയില്ല, ഇപ്പോഴായിരിക്കും ചിലപ്പോൾ പ്രോമിസിങ് ആയത്. സോ അതിൻ്റെ പേര് ഓൾഡ് എന്ന് കൊടുക്കുക. ത്രോ സക്സസർ അവേ, ബിക്കോസ് സക്സസർ എന്ന് പറയുന്ന പേര് ഇനി ആവശ്യമില്ല, ബിക്കോസ് രണ്ടും ഒന്ന് തന്നെയാണ്. ഓൾഡ് തന്നെയാണ് സക്സസർ, സക്സസർ തന്നെയാണ് ഓൾഡ്. സോ ആ സക്സസർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഇ ആണെങ്കിൽ ഇ എന്ന് പറയുന്ന ആൾ, ഈൻ്റെ പേരൻ്റാണ്, ഈൻ്റെ ചൈൽഡാണ് ഐയും ജെയും. ആ ജെ എന്ന് പറയുന്ന ഓൾറെഡി ഓപ്പൺ ചെയ്തൊരു നോഡാണ് എങ്കിൽ എന്ത് ചെയ്യുക, അതിന് ഓൾഡ് എന്ന് പേര് കൊടുക്കുക. ഇനി നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഇപ്പോൾ നേരത്തെ നമ്മൾ ആ നോഡിനെ വിസിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വിസിറ്റ് ചെയ്യാൻ നേരത്ത് അതിനിപ്പോൾ ഒരു പേരൻ്റ് ഉണ്ട്. ആ പേരൻ്റ് വഴിയാണോ അതെയോ ഇപ്പം നമ്മൾ ഡിസ്കവർ ചെയ്ത വഴിയാണോ ഏറ്റവും നല്ലത് എന്ന്. സോ നൗ വി മസ്റ്റ് ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് ചീപ്പർ ടു ഗെറ്റ് ഓൾഡ് വയ ഇറ്റ്സ് കറൻറ്റ് പാരൻറ്റ്, അതായത് ഓൾഡിനെ നേരത്തെ ഓപ്പണിൽ അത് കയറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പേരൻ്റ് ഉണ്ടായിരുന്നു, ആ വഴി എത്തുന്നതാണോ അതെയോ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ബെസ്റ്റ് നോഡ് വഴി എത്തുന്നതാണോ നല്ലത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ ജി വാല്യൂ നോക്കി അറിയാം. രണ്ടും നോക്കുമ്പോൾ പഴയതിൻ്റെ ജി വാല്യൂ ആണ് കൂടുതലെങ്കിൽ ആ വഴി പോകില്ല. അതല്ല ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വഴി എന്ന് പറയുന്നത് വേറെ പേരൻ്റ് വഴിയായിരിക്കും എത്തിയത്. അപ്പോൾ വേറെ പേരൻ്റ് വഴിയാണ്, അതാണ് നല്ല വഴിയെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഓൾഡാണ് ചീപ്പർ എങ്കിൽ ഒന്നും ചെയ്യണ്ട, അതായത് പഴയ വഴി തന്നെയാണ് ചീപ്പർ എങ്കിൽ ഒന്നും ചെയ്യണ്ട. അതല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഓൾഡിൻ്റെ പേരൻ്റ് ലിങ്ക് എങ്ങോട്ട് പോയിൻ്റ് ചെയ്യിക്കുക, ബെസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക. ബെസ്റ്റ് നോഡാണ് ഇപ്പം ഇവിടെയുള്ളതാണ് ബെസ്റ്റ് നോഡ് കേട്ടോ. ബെസ്റ്റ് നോഡും ബെസ്റ്റ് നോഡിൻ്റെ ചൈൽഡാണ് സക്സസർ. അപ്പോൾ അതിൽ കൂടെ വരാനാണ് ഏറ്റവും നല്ല പാത്ത് എങ്കിൽ ആ വഴിയാണ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് മാറ്റി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, വേറെ ചെയ്യാനില്ല. ചീപ്പർ പാത്ത് ഏതാണോ അതേ നമ്മൾ എടുക്കുകയുള്ളൂ. ഏത് വഴി പോകാനാണോ എളുപ്പം ആ വഴി നമ്മൾ എടുക്കുകയുള്ളൂ. ന്യൂ ചീപ്പർ പാത്ത് റെക്കോർഡ് ചെയ്യുക. ഇൻ ജി ഓഫ് ഓൾഡ് അപ്ഡേറ്റ് F' ഓഫ് ഓൾഡ്, ഓൾഡിൻ്റെ F' ഓഫ് ഓൾഡും അപ്ഡേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത വരാവുന്നൊരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ എളുപ്പമാണ്. ഇത് ഓപ്പണിലാണ് ഇരിക്കുന്നത്, അതായത് അതിൻ്റെ ഇപ്പോൾ ചിൽഡ്രൻ ഒന്നുമില്ല. അതായത് ഒരു നോഡുണ്ട്, ആ നോഡിന് ചിൽഡ്രനും കൂടെ വരുമ്പോഴാണ് നമ്മുടെ കോംപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എന്താ കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ പേരൻറ്റിനെ മാറ്റി, ഞാനൊരു നോഡാണ്, ഞാൻ എൻ്റെ പേരൻറ്റിനെ മാറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചിൽഡ്രനോടും ഈ കാര്യം പറയണം. ഓക്കെ, എനിക്കൊരു പാരൻ്റ് ഉണ്ടായിരുന്നു. ആ പാരൻറ്റിനെ എനിക്ക് മനസ്സിലായി ആ പാരൻ്റ് കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേറെ വഴി കൂടെ പോകാൻ തീരുമാനിച്ചു. സോ എൻ്റെ താഴെയും വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവരോടും ഞാൻ ഇതേ കാര്യം പറയണം. ഇപ്പം എൻ്റെ ബോസ് മാറി. ഇപ്പം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഇത്രയും നാളും ഐ വാസ് വർക്കിംഗ് അണ്ടർ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ എൻ്റെ ഹെഡ് എന്ന് പറയുന്നത് HOD, നമ്മുടെ HOD ആണ്. പക്ഷേ
ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ അവിടെ നിന്ന് മാറ്റി ഞാൻ MCA ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. സോ എൻ്റെ അണ്ടറിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ. എൻ്റെ സബോർഡിനേറ്റ്സ് ആയിട്ടൊരു 3-4 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്നെ MCAയിലേക്ക് മാറ്റുമ്പോൾ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരെ മാറ്റുകയാണ്. അപ്പോൾ അവരോടും പറയണം ഞാനിപ്പോൾ MCA ആണ്, MCA ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ എന്നുള്ള കാര്യം ഞാനും എൻ്റെ താഴെയുള്ളവരോടും ഞാൻ അറിയിക്കണം. അപ്പോൾ അതൊരു കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. മറ്റേതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു, എന്നോട് മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ താഴെ ആരും ഇല്ല എങ്കിൽ എന്നോട് മാത്രം പറഞ്ഞാൽ മതി. സോ എന്നെ മാത്രം മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, എൻ്റെ താഴെയുള്ളവരോടും ഇതേ ചേഞ്ചസ് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ അതാണ് ഈ സ്റ്റെപ്പ്. ഇപ്പോൾ സക്സസർ ഓപ്പണിലല്ല, ക്ലോസ്ഡിലാണ്. ക്ലോസ്ഡിലാണെന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിന് ഇപ്പോൾ ചിൽഡ്രൻ ഉണ്ട്. സോ ആ നോഡിന് ഇപ്പോൾ നമ്മൾ പേര് കൊടുക്കുകയാണ് ക്ലോസ്ഡ് ഓൾഡ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്. നേരത്തെ വെറും ഓൾഡായിരുന്നു, ഇപ്പോൾ ക്ലോസ്ഡ് ഓൾഡാണ്. അതിലൊന്നും വലിയ കാര്യമില്ല, ഓൾഡ് തന്നെ. എന്നിട്ട് അതിനെ ലിസ്റ്റ് ഓഫ് ബെസ്റ്റ് നോഡിൻ്റെ സക്സസർ ആക്കി വെച്ചു. ഇനി പുതിയ പാത്താണോ പഴയ പാത്താണോ ബെറ്റർ? പഴയ പാത്താണ് ബെറ്റർ എങ്കിൽ ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ വച്ചേക്കാം. ഇനി അതല്ല, ഫൗണ്ട് എ ബെറ്റർ പാത്ത് ടു ക്ലോസ് ടു ഓൾഡ് ആണെങ്കിൽ നമുക്ക് ആ ചേഞ്ച്, ഇനി അതല്ല നമ്മുടെ പുതിയ പാത്താണ് ബെറ്റർ എങ്കിൽ ആ ചേഞ്ച് ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യണം, ഓൾഡിൻ്റെ സക്സസേഴ്സിനോടും അറിയിച്ചു കൊടുക്കണം. ബിക്കോസ് ഇതൊരു ട്രിക്കി പ്രോസസ്സാണ്. ബിക്കോസ് ഈ ചേഞ്ച് താഴെയുള്ള എല്ലാവരും, എത്ര താഴെ എന്തോരം ഉണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഈ എൻ്റെ താഴെയുള്ള ഒരാൾക്ക് അയാൾക്ക് വേറെ ചിൽഡ്രൻ ഉണ്ടാവും. അപ്പോൾ അയാളുടെ അണ്ടറിൽ വേറെ 4 പേരുണ്ടെന്നിരിക്കട്ടെ, ആ 4 പേരോടും പറയണം. അപ്പോൾ ഇതെന്തോരം ഇതിൻ്റെ താഴത്തേക്ക് ഉണ്ടെന്ന് അറിയാൻ പാടില്ല, പക്ഷെ എല്ലാവരോടും ഇത് ഇൻഫോം ചെയ്യണം. പക്ഷേ ഓൾ പോയിൻറ്റ്സ് ടു ഇറ്റ് സക്സസേഴ്സ്, ഈച്ച് സക്സസർ ഇൻ ടേൺ പോയിൻറ്റ്സ് ടു ഇറ്റ് സക്സസേഴ്സ്. അതായത് എൻ്റെ താഴെയുള്ള ആൾക്ക് പിന്നെയും കുറേ സക്സസേഴ്സ് കാണും, അപ്പോൾ അവരോടും പറയണം. സോ ആ ബ്രാഞ്ച് എപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നു, അതായത് ഇനി ആരോടും പറയാനില്ല എന്നുള്ള രീതിക്ക് വരെ എല്ലാവരോടും ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യണം. വൈൽ പ്രൊപ്പഗേഷൻ ചെക്ക് ഇഫ് ദി പാത്ത് ത്രൂ, ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ കറണ്ട് പാത്ത് ചിലപ്പോൾ ബെറ്റർ അല്ലാണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പ്രൊപ്പഗേഷൻ സ്റ്റോപ്പ് ചെയ്യാം. സോ ദിസ് ആക്ച്വലി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഇനി അതല്ല, സക്സസർ ഓപ്പണിലും ഇല്ല ക്ലോസ്ഡിലും ഇല്ല എന്നാണെങ്കിൽ, അതായത് ഇപ്പോൾ തൽക്കാലം അങ്ങനെ നോഡിനെ നമ്മൾ ഇന്നേ വരെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അതിനെടുത്ത് ഓപ്പണിൽ വയ്ക്കുക. എന്നിട്ട് ബെസ്റ്റ് നോഡിൻ്റെ സക്സസർ എന്ന് പറയുന്ന ലിസ്റ്റും അപ്ഡേറ്റ് ചെയ്യുക. ജസ്റ്റ് കമ്പ്യൂട്ട് എഫ് ഡാഷ് ഓഫ് സക്സസർ ഈക്വൽ ടു ജി ഓഫ് സക്സസർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് സക്സസർ. ജി എന്ന് പറയുന്ന ആക്ച്വൽ കോസ്റ്റ്, എച്ച് ഡാഷ് എന്ന് പറയുന്ന എസ്റ്റിമേറ്റ്, എഫ് ഡാഷും വിൽ ബി ആൻ എസ്റ്റിമേറ്റഡ് വാല്യൂ. Okay, that is all about A star algorithm. Thank you.